എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 പുതുവർഷ നക്ഷത്രഫലമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആയില്യം നക്ഷത്രത്തിൻ്റെ പുതുവർഷ ഫലമാണ്. ഈ നക്ഷത്രക്കാർക്ക് വേഴം 12-ലും 2026 ജൂൺ 2-ന് ശേഷം ജന്മത്തിലും വരുന്ന ഒരു സമയമാണ്. വേഴത്തിൻ്റെ രാശിമാറ്റം മൂലം വേഴം ഉച്ചരാശിയിലേക്കാണ് വരുന്നത്. അത് 2026 ജൂൺ 2-ന് ശേഷമാണ്. അതുകൂടാതെ ശനി 9-ലും രാഹു 8-ലും കേതു 2-ലും വരുന്ന ഒരു ഗോചര സമയമാണ് ഇവരെ സംബന്ധിച്ച്. ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം ദോഷാനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും ഗുണകരമായ കാര്യങ്ങളും വന്നു ചേരുന്ന ഒരു വർഷമാണ്. ഇവരെ സംബന്ധിച്ച് ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇവരെ സംബന്ധിച്ച് നിസ്സാരമായി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഈ 2026 ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെ നിസ്സാരവൽക്കരിച്ച് കളയരുത്. ചികിത്സ തേടേണ്ട സമയങ്ങളിൽ ചികിത്സ തേടണം, ചികിത്സിക്കണം. അല്ലാതെ അത് നിസ്സാരമായി കണ്ടാൽ തീർച്ചയായിട്ടും ഇവർക്ക് ഈ വർഷം 2026 ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഈശ്വരാധീനം വർദ്ധിക്കാനായി പതിവായി ക്ഷേത്രദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കേണ്ടത് ആവശ്യമാണ് ഇവരെ സംബന്ധിച്ച്. കാരണം വേറെ ചില ബുദ്ധിമുട്ടുകൾ, അതായത് വേഴം തുടക്കത്തിൽ തന്നെ 12-ലാണ് ഇവർക്ക് വരുന്നത്. അതത്ര ഗുണകരമല്ല. വേഴം ജന്മരാശിയിലേക്കാണെങ്കിലും അത് ഉച്ചരാശിയിലേക്ക് വരുന്നതിൻ്റെ പേരിൽ അത് ഗുണകരമാവുകയും ചെയ്യും. അപ്പം മൊത്തം നോക്കുമ്പോൾ വേഴത്തെ കൊണ്ട് ഗുണമുണ്ടാവും, ദോഷമുണ്ടാവും. അപ്പം ഈശ്വരാധീനം വർദ്ധിക്കാനായിട്ട് ക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളും നടത്തി സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഈ ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പുതിയ ബിസിനസ് ആരംഭിക്കാൻ പറ്റിയ സമയമാണ്. ബിസിനസ് രംഗത്തിൽ, കച്ചവട രംഗത്ത്, വ്യാപാര രംഗത്തൊക്കെ ഇവരെ സംബന്ധിച്ച് ഗുണകരമായി കാണുന്നുണ്ട്. ധനാഗമ മാർഗങ്ങൾ, തടസ്സങ്ങൾ മാറി ഇവരെ തേടിയെത്തുന്നതാണ്. കാരണം വേഴം ഉച്ചത്തിൽ, ധനകാരകനായ വേഴം ഉച്ചത്തിലേക്ക് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇവർക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാവും. അത് വേഴം നിസ്സാരക്കാരനല്ല, വേഴം ധനകാരകനാണ്. അതുകൂടാതെ സർവേശ്വരകാരകൻ കൂടിയാണ്. വേഴം പ്രസാദിച്ചാൽ മറ്റ് ഗ്രഹങ്ങളും പ്രസാദിക്കുമെന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ദോഷാനുഭവങ്ങൾ ഇവർക്കുണ്ടെങ്കിൽ വേഴത്തെ പ്രസാദിപ്പിച്ചാൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് ഇവർക്ക് മുക്തി കിട്ടുന്നതാണ്. അപ്പം ധനാഗമങ്ങൾ ഇവരെ തേടി വരും. ചെയ്യുന്ന പ്രവർത്തികളിൽ ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച്. മനപ്രയാസങ്ങളും മനക്ലേശങ്ങളും മനോദുഃഖങ്ങളും എല്ലാം മാറുന്ന ഒരു വർഷമാണ്. കുടുംബത്തിൽ പുരോഗതിയും സമാധാനവും സന്തോഷവും ഗ്രഹപുഷ്ടിയും ഇവരെ സംബന്ധിച്ച് ഉണ്ടാകുന്നതാണ്. ബന്ധുജനങ്ങളുമായി സമാഗമങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ്. അകന്നു നിൽക്കുന്ന ബന്ധുക്കളുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് അവർ അടുത്തു വരുന്ന ഒരു വർഷമാണ്. ചില നിസ്സാര കാര്യങ്ങൾ വഴി അകന്നു പോകുന്ന ചില ബന്ധുക്കൾ ഉണ്ടാവും, ഇല്ലേ? അവരെ സംബന്ധിച്ചിടത്തോളം ഈ 2026 അടുത്തു വരുന്നൊരു സമയമാണ്. അവിചാരിതമായ സാമ്പത്തിക പുരോഗതിക്ക് കാരണഭൂതരാകുകയും ചെയ്യും ഇവർ. പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ ഇവർക്ക് ധനനേട്ടങ്ങൾ ഉണ്ടാവും. ചെയ്യുന്ന കർമ്മങ്ങൾ മനസ്സറിഞ്ഞ് ചെയ്താൽ തീർച്ചയായിട്ടും ഇവർക്ക് ഫലാനുഭവങ്ങൾ കൂടുതൽ കിട്ടുന്നതാണ്. സുഹൃത്തുക്കളിൽ നിന്ന് മോശമായ പെരുമാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ചില സുഹൃത്തുക്കൾ വഴി അവർക്ക് മോശമായ പെരുമാറ്റം കിട്ടും. ബന്ധുജന സഹകരണം ആവശ്യമായ സമയത്ത് ഇവരെ തേടി വരികയും ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബന്ധുക്കൾ, അകന്നുപോയ ബന്ധുക്കളൊക്കെ അടുത്ത് വരാനായിട്ടൊക്കെ ഇവർക്ക് സമയം കിട്ടുന്നതാണ്. ആയില്യം നക്ഷത്രക്കാരുടെ 2026 പുതുവർഷ ഫലമാണ് ഞാനിവിടെ പറഞ്ഞത്.